വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഭേദഗതി ചെയ്തവരെല്ലാവരും അറിഞ്ഞു കാണും. 2022 മൂന്നാം ഭേദഗതിയായിട്ടാണ് ഈ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരള നിയമസഭയുടെ 15ാം കേരള നിയമസഭയുടെ 151 നമ്പർ ബില്ലായിട്ടാണ് 1969 കേരള സഹകരണ സംഘ നിയമം അതിൻ്റെ മൂന്നാം ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത്. അത് ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞു, നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇനിയും ഏതാനും ദിവസത്തിനകം ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൂടി വന്നു കഴിഞ്ഞാൽ അത് ഔദ്യോഗികമായി. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര സമഗ്രമായ ഒരു ഭേദഗതി സഹകരണ നിയമത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ 69 നിയമം വന്നതിന് ശേഷം ഏതാണ്ട് 56 മാറ്റങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓരോ സെക്ഷനായിട്ട് എവിടെയെല്ലാമാണ് നമ്മൾ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, സഹകരണം സംബന്ധിച്ച് അറിയേണ്ടവർക്കെല്ലാം ഈ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ആദ്യമായിട്ട് ഈ ഭേദഗതി ബില്ല് അതെന്നാണ് നിലവിൽ വന്നത്, അതായത് 2022 കേരള സഹകരണ സംഘ മൂന്നാം ഭേദഗതി ബില്ലെന്നാണ് ഇതിൻ്റെ പേര്. ദി കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 3rd അമെൻഡ്മെൻറ്റ് ബിൽ 2022, ബിൽ നമ്പർ 151 ഓഫ് 15th കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതായത് 15ാം കേരള നിയമസഭയുടെ 151 നമ്പർ ബില്ലായിട്ടാണ് ഈ ഭേദഗതി ബില്ല് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 2ാമത്തെ സെക്ഷൻ മുതൽ മാറ്റങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ 3 കാര്യങ്ങളാണ്. പുതുതായിട്ട് കൂട്ടിച്ചേർത്ത കാര്യങ്ങളുണ്ട്, നിലവിലുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അതിനോടുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്, പുതുതായി ചേർത്തിട്ടുണ്ട്. അതുകൂടാതെ നിലവിലുള്ള വ്യവസ്ഥകൾ പലതും മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഇതെവിടെയെല്ലാമാണ്, ഏത് സെക്ഷനിലാണ് ഈ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്ന് വളരെ സശ്രദ്ധം പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള പരീക്ഷകൾക്കാണേലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷകൾ, PSC പരീക്ഷകളൊക്കെ ഇനി വരാൻ പോകുന്നു. കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, അതുപോലെ കേരള ബാങ്കിൻ്റെ പരീക്ഷകൾ, എക്സാമിനേഷൻ ബോർഡിൻ്റെ പരീക്ഷകൾ, ഇതിലെല്ലാം ഈ സഹകരണ നിയമ ഭേദഗതി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതുപോലെ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അതിന് റൂളുകൾ മാറ്റം വരുത്തിക്കൊണ്ട് വരേണ്ടതായിട്ടുണ്ട്. ആ റൂളുകൾ ഉടൻ തന്നെ അതും പുറത്തിറങ്ങും, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള റൂളുകൾ. അപ്പോൾ അതും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആക്ട് നമുക്കിവിടെ തുടങ്ങാം. ഏതെല്ലാം മാറ്റങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്, അപ്പോൾ അമെൻഡ്മെൻറ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലോയുടെ പുസ്തകം കയ്യിലുള്ളവർ അത് വെച്ചിട്ട് അതെവിടെയെല്ലാമാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ കുറിച്ച് വെക്കുക. ഓരോ സെക്ഷനും നിങ്ങൾക്ക് അറിയാമല്ലോ, അതെവിടെയാണ് കൂട്ടിച്ചേർക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് റിമൂവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പുതുതായി വന്നിട്ടുള്ള എവിടെയാണ്. ആദ്യമായിട്ട് സെക്ഷൻ 2, സെക്ഷൻ 1 പറയുന്നില്ല. സെക്ഷൻ 1 എന്ന് പറയുന്ന ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻ്റ് എന്നുള്ള ഭാഗമാണ്, അവിടെയൊന്നും ഇല്ല. സെക്ഷൻ 2 ഡെഫിനിഷൻസിനകത്ത് ധാരാളം മാറ്റമുണ്ട്. ആദ്യമായിട്ട് സെക്ഷൻ 2 AB എന്ന് പറയുന്ന ക്ലോസിൽ, അതായത് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നതാണ് സെക്ഷൻ 2 AB എന്ന് പറയുന്ന ക്ലോസ്. ഇതിൽ നമുക്കറിയാം, ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് എല്ലാ സ്ഥാപനങ്ങളിലും. അതുകൊണ്ട്
കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ പുതുതായിട്ട് ചേർത്തിട്ട് ഉള്ള ഭേദഗതിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ സെക്ഷൻ 2(a)(b) എന്ന് പറയുന്ന ക്ലോസിൽ, അതായത് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ളതിൻ്റെ ആ ക്ലോസിൻ്റെ താഴെയായിട്ട് AC എന്ന് പറയുന്ന ഒരു കൂട്ടിച്ചേർക്കൽ, അതായത് ആ ക്ലോസ് ഇങ്ങനെ ഇപ്പോൾ നിലവിലുള്ള AB എന്ന് പറയുന്ന ക്ലോസ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ ആഫ്റ്റർ ദ വേർഡ്സ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് തീരുകയാണ് അവിടെ. ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ക്ലോസ് അവിടെ കൊണ്ട് തീരുന്നു, AB എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിൻ്റെ താഴെ AC എന്ന് പറയുന്ന പുതിയ ക്ലോസ് എഴുതി ചേർക്കണം. അതായത് ദി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ആഫ്റ്റർ ദ വേർഡ്സ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഇനി പറയാൻ പോകുന്നതാണ് പുതുതായിട്ട് വരുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, auditing of information system and migration of data in the case of societies whose accounts are computerized. ഇതാണ് AC എന്ന് പറയുന്ന ക്ലോസിൽ വരിക. അതായത് അക്കൗണ്ടുകൾ കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടുള്ള സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ അക്കൗണ്ടുകളുടെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് മുഖേനയുള്ള ഒത്തുനോക്കലും ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ആഡിറ്റ് ചെയ്യലും ഡേറ്റയുടെ സ്ഥാനമാറ്റവും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അക്കൗണ്ടുകൾ കമ്പ്യൂട്ടർവൽക്കരിച്ചിട്ടുള്ള സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ അക്കൗണ്ടുകളുടെ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് മുഖേനയുള്ള ഒത്തുനോക്കലും ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ആഡിറ്റ് ചെയ്യലും ഡാറ്റയുടെ സ്ഥാനമാറ്റവും ഇതിൽ ഉൾപ്പെടുന്നു. ഇതാണ് AC എന്ന് പറയുന്നത്. ഇനിയും AC എന്ന് പറയുന്ന ക്ലോസിന് ശേഷം പുതുതായിട്ട് AD പുതുതായിട്ട് വരികയാണ്. AD എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിനെ പറ്റിയാണ്. അത് നിലവിലില്ല, കൂട്ടിച്ചേർക്കേണ്ടതാണ് AD എന്ന് പറയുന്ന ക്ലോസ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്നാൽ സംഘത്തിൻ്റെ രൂപീകരണം, നടത്തിപ്പ്, സ്ഥാപിക്കൽ, ബുക്കുകളുടെയും അക്കൗണ്ടുകളുടെയും മറ്റ് രേഖകളുടെയും സൂക്ഷിക്കൽ, ആഭ്യന്തര നിയന്ത്രണ സംവിധാനം ഉൾപ്പെടെയുള്ള സംഘത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സഹകരണ തത്വങ്ങളനുസരിച്ച് അംഗങ്ങളുടെ സാമ്പത്തികക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉപയോഗപ്രദമായിരുന്നു എന്നതിൻ്റെയും സൂക്ഷ്മമായ വിലയിരുത്തൽ എന്നർത്ഥമാകുന്നതും ഇതിൽ കംപ്ലയൻസ് ഓഡിറ്റും പെർഫോമൻസ് ഓഡിറ്റും അതുപോലെ IT ഓഡിറ്റും ഉൾപ്പെടുന്നതുമാണ്. അപ്പം ഓഡിറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് വന്നുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്ന പുതുതായിട്ട് ആ ക്ലോസും കൂടെ വരുന്നത്. അപ്പോൾ അതിനകത്ത് കംപ്ലയൻസ് ഓഡിറ്റും പെർഫോമൻസ് ഓഡിറ്റും IT ഓഡിറ്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഭേദഗതി ചെയ്തുകൊണ്ട്, അതായത് അതിൻ്റെ ഓഡിറ്റ് ചെയ്യുന്ന ആ രീതിയിൽ ഉള്ള മാറ്റം വരുത്തിക്കൊണ്ടാണ് AD എന്ന് പറയുന്ന ക്ലോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. AB എന്ന് പറയുന്ന ക്ലോസിന് ശേഷമാണ് ACയും ADയും വന്നിരിക്കുന്നത്. ഇനിയും അതിനുശേഷം DB എന്ന് പറയുന്ന DA എന്ന് പറയുന്ന ക്ലോസിന് ശേഷം ഇത് ചേർക്കേണ്ടതായിരുന്നു. DA എന്ന് പറയുന്നത് എന്തിനെ പറ്റിയാണ്? DA എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവ്. നിലവിലുള്ള നിയമത്തിൽ സെക്ഷൻ 2 DAയിൽ പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവാണ്. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ക്ലോസിൻ്റെ താഴെയായിട്ട്
DA ആണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ DB എന്നും പറഞ്ഞൊരു പുതിയ ക്ലോസ് വരികയാണ്. അതായത് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് വേണ്ടിയുള്ള പൊതു സോഫ്റ്റ്വെയർ, കോമൺ സോഫ്റ്റ്വെയറാണ് PACSന് വേണ്ടിയിട്ട് പൊതുവായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ. എന്നാൽ പ്രാഥമിക സോഫ്റ്റ്വെയർ എന്നാൽ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ മുഴുവൻ ദൈനംദിന പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രീകൃത രൂപകൽപ്പനയിലൂടെയുള്ള ഫലപ്രദമായ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്ന് അർത്ഥമാകുന്നു. സംസ്ഥാന സർക്കാരിൽ നിന്ന് അനുമതി ലഭ്യമായതിനു ശേഷം പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പങ്കാളിത്തത്തോടും രജിസ്ട്രാർ പങ്കാളിത്തത്തോടും പിന്തുണയോടും കൂടി രജിസ്ട്രാർ ഒരു സിസ്റ്റം ഇൻ്റഗ്രേറ്ററിലൂടെ ഈ സഹകരണ സോഫ്റ്റ്വെയർ നടപ്പിലാക്കേണ്ടതാണ് എന്നാണ് ആ ക്ലോസ് പറഞ്ഞിരിക്കുന്നത്. ഏത് ക്ലോസ്? DB എന്ന് പറയുന്ന ക്ലോസ്. പുതുതായിട്ടത് ചേർക്കേണ്ടതാണ്. ഇനി അതിനുശേഷം DC, അതും പുതുതായിട്ട് വരുന്നതാണ്. DC എന്ന് പറയുന്ന കൺസോർഷ്യമാണ്. കൺസോർഷ്യം എന്നാൽ പൊതു ആവശ്യത്തിനായി ധനസഹായം ലഭ്യമാക്കുന്നതിനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ സ്ഥാപനം ഉണ്ടാക്കുക എന്ന പൊതു ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറുടെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ അംഗീകാരത്തോടെ രൂപീകൃതമായ സഹകരണ സംഘങ്ങളുടെ ഒരു ഔപചാരികമായ കൂട്ടായ്മ എന്നർത്ഥമാകുന്നു. കൺസോർഷ്യം എന്താണെന്നുള്ള ഡെഫിനിഷനാണത്. അതാണ് DC എന്ന് പറയുന്ന ക്ലോസ് പുതുതായിട്ട്. അപ്പം സെക്ഷൻ 2-ൽ AB എന്ന് പറയുന്ന ക്ലോസിന് ശേഷം AC, AD പുതുതായിട്ട് വന്നു. അത് കഴിഞ്ഞ് DB വന്നു, DC വന്നു. ഇനിയും സെക്ഷൻ 2-ൽ IB എന്ന് പറയുന്ന ഒരു ക്ലോസ് വരികയാണ്. IB അതായത് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പറ്റിയാണ് സെക്ഷൻ 2 IB പറയുക. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി IB നിലവിലുണ്ടത്. IBയിൽ അത് അതിൻ്റെ കൂട്ടത്തിൽ ഫെഡറൽ സംഘത്തിൻ്റെ ആ ഡെഫിനിഷന് കൂടുതൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുന്നതിന് വേണ്ടിയിട്ട്, വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതും കൂടെ ചേർക്കുന്നത്. എന്താ ചേർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോസിനോടൊപ്പം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിങ് മോർ ദാൻ വൺ ഡിസ്ട്രിക്റ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിങ് ദ ഗവൺമെൻറ്, individuals and other cooperative societies as its members. But the number of individual members in the society shall not exceed 25% of the total membership in the society. നിലവിൽ ഫെഡറൽ സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിങ് മോർ ദാൻ വൺ ഡിസ്ട്രിക്റ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിങ് the government, individuals and other cooperative societies as its members എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചേർക്കുകയാണ്. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിങ് മോർ ദാൻ വൺ ഡിസ്ട്രിക്റ്റ് എന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിങ് ദ ഗവൺമെൻറ്, ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്. But the number of individual members in the society shall not exceed 25% of the total membership in the society. അതായത് ഫെഡറൽ സഹകരണ സംഘം എന്നാൽ അതിൻ്റെ പ്രവർത്തന മേഖലയായി ഒന്നിൽ കൂടുതൽ ജില്ലകളുള്ളതും സംസ്ഥാന സർക്കാരും വ്യക്തികളും മറ്റ് സഹകരണ സംഘങ്ങളും അതിൻ്റെ അംഗങ്ങളായിട്ടുള്ളതുമായ ഒരു സഹകരണ സംഘം എന്നർത്ഥമാകുന്നു. എന്നാൽ സംഘത്തിലെ വ്യക്തിഗത അംഗങ്ങളുടെ എണ്ണം സംഘത്തിൻ്റെ
മൊത്തം അംഗസംഖ്യയുടെ 25% അധികരിക്കാൻ പാടുള്ളതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ സെക്ഷൻ 2 IBയിൽ തന്നെ provided that this amendment to section 2 IB shall not be applicable to societies which are in existence before the commencement of Amendment Act 2022 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വ്യക്തിഗത അംഗങ്ങളുടെ എണ്ണം സംബന്ധിച്ചുള്ള ഈ പുതിയ വ്യവസ്ഥ 2022 കേരള സഹകരണ സംഘം 3ാം ഭേദഗതി ആക്ട് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന സംഘങ്ങൾക്ക് ബാധകമാകുന്നതല്ല. ഇപ്പോൾ ഈ പുതിയ അമെൻഡ്മെൻറ്റിന് മുമ്പ് ഉണ്ടായിരുന്ന ഫെഡറൽ സംഘങ്ങൾക്ക് ഇത് ബാധകമല്ല, ഇനി വരുന്ന സംഘങ്ങൾക്കേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അതാണ്, അത് ക്ലിയറായല്ലോ. IBക്ക് ശേഷം കൂട്ടിച്ചേർക്കേണ്ടതാണ്. ഇനിയും അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഈ സെക്ഷൻ 2 തന്നെ അടുത്ത ഭേദഗതിയാണ്. അടുത്ത ഭേദഗതി എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ AB, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ പറ്റി, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഓഡിറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ള സെക്ഷൻ 2 AB എന്ന് പറയുന്ന ക്ലോസ്. അതിനുശേഷം AC എന്ന് പുതുതായിട്ട് ചേർത്തു, AD എന്ന് പുതുതായിട്ട് ചേർത്തു. AD എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിനെ പറ്റിയാണ്. AC എന്ന് പറഞ്ഞത് ഈ സോഫ്റ്റ്വെയറും കാര്യങ്ങളും അങ്ങനെയുള്ള ഇതിനെ പറ്റിയാണ് ആദ്യത്തേൽ പറഞ്ഞിരിക്കുന്നത്. അതായത് സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ്, അതുപോലെ ഇൻഫർമേഷൻ സിസ്റ്റം, മൈഗ്രേഷൻ ഓഫ് ഡാറ്റ, അങ്ങനെയുള്ള കാര്യങ്ങൾ. AC എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റിനെ പറ്റിയാണ്. പിന്നെ സെക്ഷൻ 2 DB/DC പുതുതായിട്ട് ചേർന്നു. DB പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറിനെ പറ്റിയാണ് DBയിൽ പറയുക. DCയിൽ പറഞ്ഞിരിക്കുന്നത് കൺസോർഷ്യത്തെ പറ്റിയാണ്. പിന്നെ IB എന്നുള്ള സെക്ഷൻ, IB എന്ന് പറയുന്നത് നിലവിലുണ്ട്, അതിനോട് കൂട്ടിച്ചേർക്കുന്നതാണ്. ആ ക്ലോസിന് പകരം പുതിയൊരു ക്ലോസ് ചേർക്കുകയാണ് IBയിൽ. ഇപ്പം നിലവിലുള്ള ക്ലോസിന് പകരമാണ്. ഫെഡറൽ സഹകരണ സംഘത്തെപ്പറ്റി എന്താണ് ഫെഡറൽ സഹകരണ സംഘം, അതിന് നിബന്ധനകൾ. പക്ഷേ അവസാനം പറയുന്നുണ്ട് ഈ ഭേദഗതിക്ക് മുമ്പ് ഉണ്ടായിരുന്ന സംഘങ്ങൾക്ക് ആ പഴയ വ്യവസ്ഥ തന്നെയാണ് എന്ന് പറയുന്നുമുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗങ്ങൾ കാണാം. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ ഇതിൽ പറയണം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് മലയാളത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വ്യക്തത വരുന്നതിന് വേണ്ടിയാണ്. കുറച്ചൊക്കെ ഇംഗ്ലീഷിലും പറയുന്നുണ്ട്. ഇംഗ്ലീഷ് ഉള്ള ബില്ലും അതിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ വേർഷനുള്ള ബില്ല് നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ വെച്ച് നോക്കുക, വായിച്ചാൽ മനസ്സിലാകും. നിലവിൽ ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഒരു പുസ്തകം കൂടെ വെച്ച് വേണം അത് പഠിക്കാനെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം എന്നാൽ മാത്രമേ നമുക്ക് എവിടെയെല്ലാം മാറ്റങ്ങൾ വന്നു എന്ന് അത് നോട്ട് ചെയ്യുക. അത് നിങ്ങൾ പുസ്തകത്തിൽ നോട്ട് ചെയ്ത് പേപ്പറിൽ കൂട്ടിച്ചേർക്കുകയോ പേപ്പറിൽ എഴുതി വെച്ചിട്ട് ആ കൂടെ അറ്റാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ എഴുതി വെക്കുകയോ ഒക്കെ ചെയ്യണം. എഴുതി വെക്കാൻ പ്രയാസമായിരിക്കും. കാര്യം കൂടുതൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പേപ്പറിൽ എഴുതി ഇവിടെ ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. പുതിയൊരു പുസ്തകം അമെൻഡ്മെൻറ്റിനെയൊക്കെ വരുന്നത് വരെ നിങ്ങൾക്ക് പഠിക്കാൻ അങ്ങനെ സാധിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.